അങ്ങനെ അപ്രതീക്ഷിതമാണെങ്കിലും അത് സംഭവിച്ചു ഗൈസ്. കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഈ സാരി കൊണ്ട് ഒരു കുർത്തി സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്. ഒരു കാഷ്വൽ ആയിട്ടുള്ള സിമ്പിൾ കുർത്തി. ഇനി ഈ സാരിയുടെ കേസ് നോക്കുകയാണെങ്കിലോ അതിലില്ലാത്ത പൂവും പുഷ്പങ്ങളും ഇല്ല. സോ അതിലുള്ള പ്ലെയിൻ ഭാഗം മാത്രം കുറച്ച് അഡ്ജസ്റ്റ്മെന്റിലൂടെ കട്ട് ചെയ്ത് മാറ്റി. സിമ്പിൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നെക്കിൽ എന്തെങ്കിലും ഡിസൈൻ ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും വെറുതെ വിട്ട ചരിത്രമുണ്ടോ? ഇല്ല. അതിനു വേണ്ടിയിട്ട് വീട് ഫുള്ള് സെർച്ച് ചെയ്തിട്ട് കിട്ടിയതാണ് പണ്ട് എപ്പോഴോ വാങ്ങി വെച്ചിരിക്കുന്ന ഈ പിങ്ക് കളർ ത്രെഡ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ റോസുകളും പിന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ത്രെഡുകളാണ് ഈ കാണുന്നത്. അതല്ലേലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ദാരിദ്ര്യത്തിന് മാത്രം നമുക്ക് ഇന്ന് വരെ ഒരു കുറവ് വന്നിട്ടില്ല. പിന്നെ ഒന്നും നോക്കില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ച് റൗണ്ട് ഷേപ്പിൽ അങ്ങ് ഇട്ട് കൊടുത്തു. ഇപ്പൊ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ സിംപ്ലിസിറ്റി കുറച്ച് കൂടി പോയോ എന്നൊരു ഡൗട്ട്. അതൊന്ന് തൃപ്തിപ്പെടുത്താനായിട്ട് ഈ കാണുന്ന കട്ട് പീഡ്സ് ഫുള്ള് അതിലേക്ക് വാരി വിതറിയതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇതിനിടെയാണ് ഫസ്റ്റത്തെ ട്രാജഡി സംഭവിക്കുന്നത്. അത് വീട്ടിലെ ഓമനപുത്രനായിട്ടുള്ള പൂച്ചസാർ ഈ കട്ട് പീഡ്സ് ഫുള്ള് തട്ടി നിലത്തിട്ടിരിക്കുന്നു. പിന്നെ അത് പെറുക്കലായി കുറെ ബെഡിലുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് നെക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ബാക്ക് നെക്കിലേക്ക് കടന്നു. ബാക്ക് നെക്ക് പൊതുവെ സിമ്പിൾ ആയിരുന്നു, വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം അയൺ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞുപോയി. ഇനി ഒരു ബാക്ക് പീസ് കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് ആണെങ്കിൽ അതിലില്ല താനും. സോ എന്താണ് നമ്മൾ ചെയ്തതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണാം. ബൈ ഗൈസ്.